കൈവേലയതാമൈമേ നിന്റെ വലങ്കൈ മേവണമേ. പരിചയ്ക്കൊപ്പം കാക്കുക നിൻ കരുണക്കോട്ട വളഞ്ഞെന്നേ. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പുകാല ചിന്തകൾ നമ്മുടെ ആത്മാവിനും മനസ്സിനും കുളിർമ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നോമ്പിന്റെ ശ്രേഷ്ഠമായ ദിനങ്ങളിൽ നമുക്ക് വചനത്തോട് ചേർന്നിരിക്കാം. വിശ്വാസത്തിന്റെ തികവിൽ നമ്മുടെ ജീവിതത്തെ കരുത്തുറ്റതാക്കി വ്യത്യാസപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിന്റെ 60-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആഹ്വാനത്തോടു കൂടിയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ വചനമാണ്! നോമ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിതം ഏൽപ്പിച്ച മുറിപ്പാടുകളിൽ തളർന്നും തകർന്നും പോയ മനുഷ്യ മനസ്സുകളോട് പ്രവാചകന്റെ ശബ്ദം ഇന്നും ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നതിനാൽ നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. എത്ര സന്തോഷകരമായ വചനമാണ്! BC 8-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ് എന്നീ രാജാക്കന്മാരുടെ ഭരണകാലത്ത് യെരുശലേമിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു യെശയ്യാ പ്രവാചകൻ. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ രാജാവായിരുന്ന മനശ്ശെയുടെ കാലത്ത് യെശയ്യാ പ്രവാചകൻ വധിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. യെശയ്യാവ് എന്ന വാക്കിനർത്ഥം യഹോവ സഹായിക്കുന്നു എന്നാണ്. ജീവിതത്തിൽ ഉടനീളം യഹോവയുടെ സഹായം ആഗ്രഹിച്ചവൻ, പ്രതീക്ഷിച്ചവൻ, അഭ്യർത്ഥിച്ചവനായിരുന്നു യെശയ്യാവെന്ന് അദ്ദേഹത്തിന്റെ നാമം തന്നെ വെളിപ്പെടുത്തുകയാണ്. യഹോവയുടെ സഹായത്തിൽ അഭയം പ്രാപിച്ചവൻ, യഹോവയുടെ സഹായത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി കണ്ടവൻ, അവന്റെ ശുശ്രൂഷ ജീവിതത്തിലും പ്രവചന രംഗത്തും അവൻ യഹോവയോട് പറ്റിച്ചേർന്ന് നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രവാചകനെ, യെശയ്യാവിനെ വീണ്ടെടുപ്പിന്റെ പ്രവാചകൻ എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉത്ബോധനങ്ങളിൽ യഹൂദന്മാരുടെ വീണ്ടെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമായിരുന്നു എന്നുള്ളതാണ് അതിനടിസ്ഥാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. BC 538 പേർഷ്യൻ രാജാവായിരുന്ന കോരേശ് ബാബിലോൺ ആക്രമിച്ച് കീഴടക്കുകയും ഒരു വിളംബരത്തിലൂടെ പ്രവാസികളായി ബാബിലോണിയയിൽ എത്തിച്ചേർന്ന യഹൂദന്മാരെ മടക്കി അയക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രവാസികളായി ബാബിലോണിയയിൽ എത്തിയ എല്ലാ യഹൂദന്മാരോടും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കോരേശ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആ കൽപ്പന അനുസരിച്ച് കുറേയേറെ യഹൂദന്മാർ യെരുശലേമിലേക്ക് തങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോയ യഹൂദന്മാർ ഏറെ തീഷ്ണതയോടുകൂടി യെരുശലേം ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി തീരുന്നു എന്ന് ചരിത്രം നമ്മളോട് സംസാരിക്കുന്നു. എന്നാൽ
യെരുശലേമിലേക്ക് മടങ്ങി വന്നിട്ടും ബാബിലോണിയയിലെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾ നിരാശയിലേക്കും ആകുലതകളിലേക്കും നിർജീവതയിലേക്കും യഹൂദന്മാരെ നയിച്ചിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു, സമാധാനം അന്യം വന്നു, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അതികുതി മറഞ്ഞു, ചുറ്റുപാടുകൾ ശാപഗ്രസ്തമായതുപോലെ അനുഭവപ്പെട്ടു. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ, ഒരു പ്രത്യാശയില്ലാതെ, ആനന്ദം അനുഭവിക്കാൻ കഴിയാതെ ആത്മീകമായ തകർച്ചയിലേക്ക് യഹൂദന്മാർ കടന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. യഹൂദന്മാരുടെ മാനസിക നില നിരാശാജനകമാണെന്ന് മനസ്സിലാക്കിയ യെശയ്യാ പ്രവാചകൻ അവരെ ദൈവസന്നിധിയിൽ ഉണർത്തുന്നതിന്, അവരെ വചനത്തിന്റെ അഭിഷേകത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് സടകുടഞ്ഞെഴുന്നേറ്റ് യഹോവയുടെ പ്രകാശത്തിന്റെ പ്രതിഫലനങ്ങളായി തീരുക. സ്നേഹമുള്ളവരെ, വലിയ നോമ്പിന്റെ ശ്രേഷ്ഠമായ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആധുനികതയുടെ ആസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന, ആകുലപ്പെടുന്ന എല്ലാവരോടും പ്രവാചകന്റെ ശബ്ദം ആഹ്വാനം ചെയ്യുന്നത്, നിന്റെ തളർച്ചകളിൽ നിന്ന്, ആത്മീയമായ തകർച്ചകളിൽ നിന്ന്, ജീവിതത്തിന്റെ ആകുലതകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, അനുസരണം കെട്ട വിചാരങ്ങളിൽ നിന്നെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റ് യഹോവയുടെ വെളിച്ചത്തിലേക്ക് കടന്നു വരിക. നന്മ കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുക. പുണ്യത്തിന്റെ പൂക്കാലത്തിൽ ആത്മീയമായി സന്തോഷം അനുഭവിക്കാൻ നിന്നെ തന്നെ ഒരുക്കുക. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്ന ഏറ്റവും സുന്ദരമായ കാലമാണ് ഈ വലിയ നോമ്പിന്റെ അനുഗ്രഹീത കാലഘട്ടം. അതുകൊണ്ട് ശരീരത്തെ പോഷിപ്പിക്കുന്നതിനേക്കാൾ അധികമായി ആത്മാവിനെ പോഷിപ്പിക്കാൻ, ബലം ധരിക്കുവാൻ, തേജസ് പ്രാപിക്കുവാൻ ഈ നോമ്പിന്റെ അനുഗ്രഹീത നാളുകൾ നമുക്ക് സഹായകരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും ഐശ്വര്യവും അനുഗ്രഹവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.